ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനും അതുപോലെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് തീച്ചേട്ടൻ കത്തിച്ച് തരാറുണ്ട്. അങ്ങനെ ഇന്നും കത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് തീയൊന്ന് റെഡിക്ക് കത്തിക്കുക. പിന്നെ കാലമൊക്കെ ഒന്ന് ചെരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ കാലം പിടിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ മുന്നിലേക്ക് മറയോ എന്നൊരു സംശയം തോന്നി. അത് കാരണം പിന്നെ അങ്ങനെ ചെരിഞ്ഞിരുന്ന് വേവട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചു. പിന്നെ എന്താ കവറുകളൊക്കെ കഴുകി അഴയമിടുന്നത് ഇങ്ങനെ പറന്ന് വരുന്നതാണ് കേട്ടോ. എന്ത് കവർ കൊണ്ടുവന്നാലും അതപ്പം തന്നെ കഴുകി ഞാൻ അവിടെ അഴയമിടും. ചിലപ്പോൾ താഴത്തേക്ക് വീണ നമ്മുടെ ആ വെള്ള കണ്ടപ്പുണ്ടല്ലോ, അവൻ വന്ന് അതും കടിച്ച് പറിച്ചൊക്കെ റെഡിയാക്കും. അത് കാരണം അങ്ങനെ അവിടെ അലങ്കോലാവും കേട്ടോ. പിന്നെ ഒരു ചാക്കിലിട്ട് വയ്ക്കും. പ്ലാസ്റ്റിക് അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പഞ്ചായത്തിൽ നാൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലാളുണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാക്ക് നിറഞ്ഞു അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ തീയൊക്കെ ഒന്നുകൂടി കത്തിച്ച് വിറകൊക്കെ ഒന്ന് ഉള്ളിലേക്കൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ചോറ് കിട്ടാണ്ട് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അവർക്ക് എഴുന്നേറ്റ് വാതിൽ ഓർക്കുമ്പോഴേക്കും കിട്ടിയ അത്ര സന്തോഷം, അത്രയേ ഉള്ളൂ. ഇന്നിനി അപ്പോഴേക്കും ചേട്ടൻ ചായ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അത് ചായയിലിട്ടിട്ട് എനിക്കുള്ളത് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുടിച്ചു. പിന്നെ ഇന്ന് പരിപ്പും പടവലവും മാങ്ങയാണ് കറി വയ്ക്കുന്നത്. പിന്നെ ക്യാരറ്റ് ഒരു തോരൻ പോലെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവിന് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. എന്ന് ഉപ്പുമാവ് മാത്രം മതി, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് കഴിച്ചാൽ മതി, അങ്ങനെ വിചാരിച്ചു. വേറെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അതാ പടവലം സാമ്പാർ കഷ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നതാണ്. എന്നും സാമ്പാറായി ശരിയാവില്ലല്ലോ. പരിപ്പന്നെ മിക്കവാറും ദിവസമൊക്കെ തന്നെ, അല്ലെങ്കിൽ പിന്നെ മീനല്ലേ. മീൻ വാങ്ങിച്ചത് ഞാൻ ഫുള്ളായിട്ട് വറുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് കറി വെച്ച് അത്ര നന്നാവില്ല എന്ന് തോന്നി. എന്നും ഇപ്പോൾ വീട്ടുകാർന്ന് വാങ്ങിക്കുന്ന അയില മോശമാവുക. നമുക്കറിയാലോ, നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അത് നല്ലതാണോ പുതിയതാണോ എന്നൊക്കെ അറിയാലോ. അപ്പോൾ അങ്ങനെ ഇപ്പം എന്നും അയില വാങ്ങിച്ചാൽ നല്ലത് കിട്ടണില്ല. അപ്പോൾ അങ്ങനെ ഇതാ പടവലം റെഡിയാക്കി. ഇതിങ്ങനെ പീൽ ചെയ്യുമ്പോൾ ഞാൻ പീലർ എടുക്കാണ്ടാകുമ്പോൾ അതിന് എന്തായാലും ചോദിക്കും പീലർ കേടായെന്നോ. കേടായിട്ടല്ല കേട്ടോ, എനിക്കത് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല. കത്തിയാണ് കൂടുതൽ കൈ വഴങ്ങണത്. പക്ഷെ ചേട്ടന് പീലർ കൊണ്ട് ചെയ്യണതാണ് കൂടുതൽ ഒരു എളുപ്പമൊക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ ശീലിച്ച പോലെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞത് ആ പരിപ്പിലേക്ക് ഇട്ട് ഇത് ഒരുമിച്ച് ഒറ്റയടിക്ക് വേവിക്കാനാണ് കേട്ടോ. കുറച്ച് മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടില്ല പരിപ്പ്. അത് കാരണം വേറെ ഒന്നും ചേർക്കണില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഈ ഒരു നേരത്ത് സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി എന്ന് പറയുന്നതാണ് ഒരു വാസ്തവം. അത് അങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ ഞാനത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഇനി ക്യാരറ്റ് അടുപ്പത്തിടണം, ഉപ്പുമാവും കൂടി അടുപ്പത്തേക്ക് ഇടണം. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തലേദിവസം കഴുകി വെച്ച പാത്രം ഒന്ന് അതിലത്തെ വെള്ളം ഒന്ന് കളഞ്ഞ് അപ്പം തന്നെ മൂടി വെച്ചതല്ലേ, പിന്നെ രണ്ടാമത് കഴുകണ്ട, പിന്നെ തലേദിവസം തന്നെ കഴുകി വെച്ചതല്ലേ. അപ്പോൾ അതൊന്ന് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ചു. ക്യാരറ്റ് തോരൻ വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതിലേക്ക് ഇത്തിരി സവോള വേണം. അപ്പം ഞാനത് ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് വേഗം സവോള അപ്പം തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കണത്. സവോള ഒന്നും തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ല. ഇതിൻ്റെ തലേദിവസം എന്തോ എഡിറ്റിംഗ് ഉണ്ടാവുക അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് അടുക്കളയിലേക്ക് രണ്ടാമത് വരാനായിട്ടൊരു സമയം കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ക്യാരറ്റ് മാത്രം ചേട്ടനോടൊന്ന് അരിഞ്ഞ് വെച്ചോളൂ എന്ന് പറഞ്ഞു. ക്യാരറ്റ് രാവിലെ അരിഞ്ഞ് ശരിയാവില്ലല്ലോ, സമയം പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് ക്യാരറ്റ് മാത്രം ചേട്ടനെ കൊണ്ട് അരിച്ച് വെച്ചു. ബാക്കിയുള്ളതൊന്നും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം വൈകുന്നേരം എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് രണ്ടാമത് വരാനായിട്ട്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലിട്ട് ഒന്ന് വഴണ്ട് വന്നപ്പോൾ നാളികേരം കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതാ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. ഒട്ടും വെള്ളമൊന്നും ഞാൻ ഒഴിച്ചില്ല കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ചോറുണ്ണാൻ എന്നതിലുപരി വെറുതെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ കൂട്ടി ചോറുണ്ണാൻ അത്ര ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതൊക്കെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്, എന്നാൽ ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ആദിത്യൻ പറയാനില്ലല്ലോ, അവൻ ഉപ്പേരിയുടെ ആളാണ്. ചോറും ഉപ്പേരിയും അടുത്തുകൊണ്ട് വെച്ചാൽ ഉപ്പേരി കൂടുതൽ കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വളർന്ന നേരം കൊണ്ട് അടുത്ത ചിൻചട്ടി വെച്ച് പിന്നെ ഞാൻ വേഗം ഇതിലേക്കുള്ള അരപ്പുണ്ടല്ലോ അതിന് ഒക്കെ ഒന്ന് തയ്യാറാക്കി വയ്ക്കാൻ. അരയ്ക്കാൻ നേരം കിട്ടിയില്ലെങ്കിലും ഒക്കെ വേഗം അതിനുള്ളിലേക്ക് ആക്കിയിട്ടാൽ പിന്നെ തടുത്ത് ഒഴിവ് കിട്ടുമ്പോൾ അത് അരച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, ഒരു ഇത്തിരി ജീരകം, വേണമെങ്കിൽ 2 കറിവേപ്പിലും കൂടി. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പിയൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ആരെങ്കിലും പുതിയതുണ്ടെങ്കിലോ വെച്ചിട്ട് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകണമെന്ന് മാത്രം. അപ്പോൾ അതവിടെ എടുത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ ചീനച്ചട്ടിയുടെ അടുത്തേക്ക് വരേണ്ട സമയമായി. ചീനച്ചട്ടിയൊക്കെ ചൂടായി, കടുകൊക്കെ പൊട്ടി. അപ്പോൾ അതിലേക്ക് ഇതാ സവോള, ഇഞ്ചി, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, അങ്ങനെ നമുക്ക് വേണ്ട എന്തൊക്കെ വേണോ ഉപ്പുമാവിലേക്ക് അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റാൻ വെച്ചിട്ടുണ്ട്.
അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം ഈ അരപ്പ് തയ്യാറാക്കാം. വേഗം കൊണ്ടുപോയി മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് അടുക്കള ജോലി ചെയ്യാൻ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാം. അടുക്കളയിൽ വന്ന് ജോലികൾ ചെയ്യുമ്പോൾ അത് തീർത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് മാറാം എന്നുള്ളതാണ് ചിന്തിച്ചിട്ട് ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്ത ജോലി എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി മനസ്സിൽ ചിന്തിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ആ പരിപ്പും പടവലവും ഒക്കെ വാങ്ങി വെന്തിട്ടില്ല. അതിലേക്ക് അരച്ച നാളികേരവും പിന്നെ ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അതൊന്നും തിളയ്ക്കുക വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉപ്പുമാവിൻ്റെ സംഭവങ്ങളൊക്കെ വണ്ട് കിട്ടിയിട്ട് റവ ഇട്ട് കൊടുത്തു. വറുത്ത റവയാണ്, എന്നാലും വെജിറ്റബിൾ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ടു. ഉപ്പ് ഈ ഒരു ടൈമിൽ തന്നെ, ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അത് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് ഒഴിക്കുള്ളൂ കേട്ടോ. അതാണ് എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. എളുപ്പത്തിനുള്ള പരിപാടി തന്നെ. നമ്മൾ ഇനി ആ വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കുന്ന നോക്കിക്കാൻ നിൽക്കണ്ടല്ലോ. ഇതാവണ ടൈം കൊണ്ട് അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വെള്ളം ഒഴിച്ചങ്ങാട്ട് ആ ഒരു ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും അന്വേഷിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട്. എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ ഇതൊക്കെ ചെയ്ത് അവരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ക്യാരറ്റ് തോരൻ അവിടെ റെഡിയായി. പിന്നെ പരിപ്പും പടവലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒന്ന് വറുത്തിടേണ്ട ആവശ്യമുള്ള അത് സെറ്റായി അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പുമാവ് മൂടി വെച്ചതിലത്തെ പിന്നെ കുത്തി ഇങ്ങനെ ചെറിയ പീസുകളാക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എനിക്കിങ്ങനെ എന്താ പറയുക, അങ്ങനെ വെള്ളമായിട്ടിരിക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമില്ല. അങ്ങനെ പൊടിയായിട്ട് കിടക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം. ലാസ്റ്റ് കുറച്ച് നാളികേരം കൂടി ഇട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് അങ്ങനെ അത് ഉപയോഗിക്കുകയാണ് കേട്ടോ. അതവിടെ മൂടി വെച്ചു. പിന്നെ അതിലേക്ക് വേഗം വറുത്തിട്ടു. ആ ഒരു പരിപാടിയും അങ്ങനെ കഴിഞ്ഞു. നമ്മുടെ കറികളുടെ പരിപാടി, അടുക്കളയുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് പാത്രം കഴുകാനുള്ള പരിപാടിയുള്ള പാത്രം പറ്റണതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കഴുകി വെക്കുന്നുണ്ടായിരുന്നു. ഒതുക്കാൻ പറ്റണതൊക്കെ ഒതുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നാലും ലാസ്റ്റ് ഒന്നൊരു കലാശ കൊട്ടുന്ന അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ അതും കൂടിയൊക്കെ ചെയ്ത് വെള്ളം ഒക്കെ കളഞ്ഞ് അവിടെ നിന്ന് തുടച്ച് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ചേട്ടൻ ചോറ് വാർത്താണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത് അത്യാവശ്യം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ പൊടികളൊക്കെ പോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അത് ഞാൻ ഈ വേസ്റ്റ് കൊണ്ട് കളയണേലേക്ക് എന്നെ തുടച്ചിട്ടു. അടുക്കളയുടെ അടിയിലേക്ക് പരമാവധി തുടച്ചിടാണ്ടിരിക്കുക. നമ്മൾ കൗണ്ടർ ടോപ്പിലത്തെ സംഭവങ്ങൾ തൃശ്ശൂരൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ മിക്കവാറും അങ്ങനെയായിട്ട് ചെയ്യുക. ആ തട്ടുമുള്ളതോ മുഴുവൻ അടുക്കളയിലേക്ക് അങ്ങോട്ട് തടുത്ത് കൂട്ടിയിടും. അത് മണ്ടത്തരാണ്. നമ്മളിതിങ്ങനെ തുടച്ചെടുക്കുന്നത് എന്തെങ്കിലും ഒരു അടിച്ചുവാരിയിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യാൻ വഴിയില്ല. എന്നാലും ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടില്ല, നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അപ്പം ഞാൻ ചേട്ടനുള്ളത് ഒരു കയ്യിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോന്നു. പിന്നെ അത് ചേട്ടന് ചോറ് പകർത്തിയിട്ടോ. നല്ല പിറ്റേ ദിവസം വയ്ക്കും നല്ല ഫ്രഷായിട്ടുള്ള ചോറ് കിട്ടണോണ്ടാണ് ഞാൻ രാവിലെ തീ കത്തിക്കലാക്കിയത്. മഴ വന്നാൽ നമുക്കതൊന്നും പറ്റില്ല, നിവൃത്തിയില്ല, തലേദിവസം തന്നെ ആക്കി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കറണ്ട് അടുപ്പിലല്ലേ ചെയ്യുക. അപ്പോൾ കറണ്ട് അടുപ്പിലിട്ട് ചോറൊക്കെ ഒന്ന് വേവിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ പറ്റും. നല്ല ടേസ്റ്റുള്ള ചോറൊക്കെ ഉണ്ടാകാൻ പറ്റും. അങ്ങനെ ചേട്ടനും ചോറും അച്ചാറും തോരനും ഒക്കെ ആക്കി 7 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ ടൈം ഇനി ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പതുക്കെ പോയി നോക്കിയപ്പോൾ നമ്മുടെ പച്ചമുളകൊന്നും ചേട്ടൻ നനച്ചിട്ടില്ല. അപ്പോൾ വിചാരിച്ചു അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. അതുപോലെ ആ തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങ് നാളികേരത്തും നിൽക്കുമ്പോൾ ഇത്രയും ദിവസം നിന്നതല്ലേ, അതിന് ഉണക്കൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാപ്പം നനയ്ക്കണമെന്നാണ് ചേട്ടൻ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ ഇല കരിയുന്നുണ്ട്, അതിന് വെള്ളം ആവശ്യമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനിത്തിരി വെള്ളം കൊടുക്കുക, ഇഷ്ടം പോലെ വെള്ളമല്ലേ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചേട്ടന് പോകണം നേരമായിട്ടോ. അപ്പം ഞാൻ പിന്നെ എല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചു. ഇവിടെ ഉള്ളതിന് വെള്ളം തളിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തു. അങ്ങോട്ട് പൊന്താത്ത പോലെ അല്ലേ, ഇത്തിരി വലുതായാൽ മാത്രം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് നിലത്തുനിന്ന് പൊന്തണം. ചീരയും പാലൊക്കെ ഒന്ന് വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ സോപ്പും വെള്ളം പോകാനായിട്ടൊരു തോട് ഇടണം കേട്ടോ സൈഡിൽ. ഞാനവിടെ ഒരു തുണി വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യണത്. ആഴ്ചയിൽ 1-2 അലക്കൊക്കെ അല്ലേ ഉള്ളൂ, അല്ലാണ്ട് വലിയ അലക്കുന്നൊന്നും പറയാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ആ ഒരു ഭാഗത്തെ നനയ്ക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിനൊക്കെ തലേദിവസം വൈകുന്നേരം ചേട്ടൻ നനച്ചിട്ടുണ്ട്. അത്യാവശ്യം നനവുണ്ട്. നനവ് കൂടിയാലും പ്രശ്നമാണ്. ഇതിൽ വഴുതനയോ മുളകും കൂടി ഒരുമിച്ചാണ് വളരുന്നത്. അവർക്ക് നിൽക്കണം എന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. ആരെങ്കിലും നിൽക്കട്ടെ, കഴുത്തുള്ളവൻ വലുതാവട്ടെ അല്ലേ. അപ്പോൾ തക്കാളി തൈ ഒരെണ്ണമാണ് വലുതായിട്ട് പിടിച്ചിട്ടുള്ളൂ. ഇതിൽ 2 തക്കാളി തൈ ഉണ്ടായിരുന്നു, പക്ഷേ ഒരെണ്ണം കേടായി പോയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണമുള്ളൂ, രക്ഷയില്ല. കുറേ തക്കാളിയുടെ വിത്ത് ബാക്കി ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിലൊരു ഓർമ്മയായിരുന്നു. ഞാൻ തപ്പി നോക്കിയിട്ടൊന്നും കാണാനില്ല. വെണ്ടേരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ പാവി വെച്ചിട്ടുണ്ട് കേട്ടോ. മുളയ്ക്കുമ്പോൾ കാണിച്ചു തരാം.
അപ്പം ഞാൻ വിചാരിച്ചു വേഗം ആ തെങ്ങും തൈക്ക് രണ്ടെണ്ണത്തിനും കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ അത് ഉഷാറായി വെള്ളം കുടിച്ചൊക്കെ നിന്നോട്ടെ. നമ്മുടെ വീട്ടിൽ വെള്ളമുണ്ട്, പിന്നെ ഇപ്പം എന്തിനായി പിശുക്ക് കാണിക്കണേ. അപ്പം ഞാൻ പിന്നെ വന്നത് ആ വെള്ളം നിറയ്ക്കാനുള്ള വെള്ളം എല്ലാത്തിലും ഒഴിക്കാനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു വാഴ തയ്യും കൂടി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിനും വെള്ളം ഒഴിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ 2 തെങ്ങും തൈക്കും വെള്ളം ഒഴിച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പ്ലാവും നിറയെ സംഭവങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. വലുതായി കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും 2-3 കൊല്ലം കൂടിയൊക്കെ പിടിക്കും. എല്ലാതൊന്നും ഉഷാറായി പ്ലാവും മാവും ചാമ്പയും എല്ലാതും നിൽക്കുന്നുണ്ട് കേട്ടോ. മൾബറിയുടെ തൈ മാത്രം തയ്യല്ല, അതിൻ്റെ കൊമ്പ് കുത്തിയാലും കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അറിയില്ല, എന്തായാലും എവിടെ നിന്നെങ്കിലും കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല കേട്ടോ, ആൾക്കാരൊന്നും നമുക്കിപ്പോൾ ഒരു ചെടി തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൈകളായിട്ട് തരാനോ ഒന്നും മിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ല. ഞങ്ങൾ വാങ്ങിച്ചിട്ട് വെച്ചതല്ലേ നിങ്ങൾ വാങ്ങിച്ച് വെച്ചാൽ മതി എന്നുള്ളൊരു ഭാവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പണ്ട് അങ്ങനെയല്ലല്ലോ, നമ്മൾ എല്ലാതും ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആരും പോയി വാങ്ങിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇപ്പോഴാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് തന്നെയല്ല അവിടെ ചെടിത്തോട്ടം ഉണ്ടാക്കുക. പക്ഷേ ഇപ്പോൾ രക്ഷയില്ല കേട്ടോ. ചോദിക്കാൻ പിന്നെ എനിക്കിത്തിരി മടിയാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ അറിയാത്ത പോലെയൊക്കെ ചോദിക്കും, പിന്നെ മൈൻഡ് ചെയ്തില്ല, പിന്നെ ഞാനങ്ങനെ ചോദിക്കൊന്നുമില്ല. അങ്ങനെ പിന്നെ അപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് ഊറ്റി വെച്ചു. പിന്നെ ഇനി എത്ര നേരം വേണമെങ്കിലും അതിനവിടെ കിടക്കാം, അത്രയും വേവുള്ള ഒരു അരി. ഇങ്ങനെ എന്താ പറയുക, ജയ അരിയിലൊക്കെ ഒരു പോലെ ചെറുമണി അരിയാണ് ഞാൻ ചോദിച്ചത്. ഇത് ശരിക്കും ജയ അരിയുടെ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കഴിക്കുമ്പോഴൊക്കെയും കണ്ടപ്പം ദൈവം വന്ന് കാര്യന്വേഷണത്തിന് വരികയാണ് കേട്ടോ. അവനൊന്ന് കെടുക്കണം, അതാണ് പരിപാടി. അപ്പോൾ അത് ഇറങ്ങി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചെരുപ്പൊക്കെ ഇട്ട് അവിടെ ഒന്നും ആ ഓലക്കൊടിയും അതൊക്കെ ഒന്നും ഇങ്ങനെ താഴത്തേക്ക് വല്ലാണ്ട് കിടക്കല്ലേ, അപ്പോൾ ഒന്ന് ഒതുക്കി വയ്ക്കാൻ വെച്ചു. ഭയങ്കര വൃത്തികേട് തോന്നുന്നു. ആ ചീരകൾ മുറിച്ച് കളയാണ്ടൊന്നും അവിടെ വൃത്തികേട് മാറില്ല. എന്നാലും നമുക്ക് പറ്റണത് ചെയ്താൽ അപ്പം എന്താ എന്ന് വിചാരിച്ചു. ചേട്ടൻ എന്തേ വർത്താനം പറയാൻ വന്നിട്ടുണ്ട്. പോവാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഡ്രസ്സ് മാറലും നടക്കലും വർത്താനം പറയലൊക്കെ ഒരേപോലെയായിട്ട് വന്നിക്കുക. അപ്പോൾ എന്നിട്ട് ആ നേരത്ത് പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. ശ്രീകുട്ടിൻ്റെ എക്സാമിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു. അവനെന്തോ ഒരു ജോലി ഏൽപ്പിക്കാൻ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ അവൻ എക്സാമാണ്, അത് കാരണം ഇന്ന് പറ്റില്ല, 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ. എക്സാം ഉള്ള ദിവസം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നല്ല, നമ്മളത് പറയുന്നത് ശരിയല്ലല്ലോ. എക്സാമിൻ്റെ രാവിലെയൊക്കെ എങ്ങടെയെങ്കിലുമൊക്കെ പോകാൻ പറയുന്നത്. അപ്പോൾ അത് കാരണം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടേക്കൊന്ന് മുറ്റടിച്ചൊക്കെ ഇട്ടു കേട്ടോ. മുറ്റടിക്കാനൊന്നും ഇല്ല, പക്ഷേ എന്നാലും നമ്മളങ്ങനെ ആ ചൂലും കൊണ്ടൊന്ന് വരഞ്ഞ് നടക്കുമ്പോൾ മുറ്റം കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തു. ഇനി ഈ സൺഡേയിലും പറ്റിയില്ല കേട്ടോ, പുല്ല് പറിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ ചെയ്താൽ അത് ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരുടെ അടുത്ത്. സംസാരിച്ച് ഇത് ഇത്തിരി വൈകിട്ടാണ് കേട്ടോ ഇന്ന് ശബ്ദം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി ഒരു ഇതുണ്ട്, ലാഗ് അടിക്കണ പോലെ അങ്ങനെ എന്തോ തോന്നുള്ള പോലെ എനിക്കുണ്ട്. പിന്നെ ആ കലം തേക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി തേച്ചേക്കാന്ന് വെച്ചു. ചില ദിവസമൊന്നും എനിക്ക് കലം തേക്കാനും മുറ്റടിക്കാനൊക്കെ സമയം കിട്ടാത്ത ദിവസങ്ങളുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ വല്ലത് അങ്ങനെ വലിയ കാര്യങ്ങളല്ല, നമുക്ക് എന്തെങ്കിലും പരിഹരിക്കപ്പെടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ വേണം. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പണി ചുറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അത് കാരണം എല്ലാ പണിയും കഴിച്ചിട്ട് പോരാൻ പറ്റി. നമ്മുടെ പാടത്തായി ഈ പൂ പൂത്തുണ്ട്, നീലക്കുറിഞ്ഞു പൂത്തു എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ഒരു പരിപാടി. നല്ല വെയിലാണ്, സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ ആ ഒരു മയിൽ ഇത് കണ്ട. ഇവൻ കുറേ ദിവസമായി ഞാൻ എന്നും ജോലി കഴിഞ്ഞ് ഒരു തെങ്ങിൻ്റെ മുകളിലേക്കും അങ്ങടും ഇങ്ങടൊക്കെ ചാടുന്നു. ഇത്രയ്ക്കൊക്കെ ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. വൈകുന്നേരം പിന്നെ ആ ചാറുകറിയും പിന്നെ ചേട്ടൻ വന്നപ്പോൾ മുട്ട കൊണ്ടുവന്നു, പിന്നെ ഉണക്കമീൻ വറുത്തു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഫുഡ് കഴിക്കരുത് ഓരോരുത്തരൊക്കെ ഇന്ന് കഴിച്ചത് എന്ന് വെച്ചാൽ തിരക്കൊക്കെ ആയിട്ട്. പിന്നെ അതാ ചേട്ടൻ വന്നാൽ പിന്നെ കുറേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ. ബാഗ് അവിടെ വെച്ച് പിന്നെ സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ന്, അപ്പോൾ അത് കൊടുത്ത് കഴിച്ചു. പിന്നെ ചേട്ടൻ വേഗം ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. കുറച്ചും കൂടി കൂടുതലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ചുരിദാറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ബാക്കിലേക്ക് കിടക്കുന്നത്, അത് മടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അത് വീഡിയോയിൽ ഇടാൻ പറ്റില്ല. അത് ആദ്യത്തെ ഞാൻ കാണിച്ചപ്പോൾ ആദ്യത്തിനും കാണിക്കുന്നവർ കാണിക്കാൻ കേട്ടോ. നമ്മുടെ ചെമ്മീൻ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു വിഷമത്തിലാണ് അവൻ കിടക്കുന്നത്. വെളിച്ചെണ്ണ പറ്റി കൊടുത്തപ്പോൾ ചോറ് വേണ്ട, ഉണക്കം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അതാ വൈകുന്നേരം വന്നിട്ട് ഇന്ന് ഫുള്ള് ക്ലീനിങ്ങും അത് ഇതൊക്കെ കഴിക്കുന്ന വെച്ചാൽ പ്ലാൻ ചെയ്ത് വന്നതാട്ടാ. പക്ഷെ ചൂടല്ലേ, വൈകുന്നേരം നടന്ന് വന്നു കഴിയുമ്പോൾ തന്നെ തോന്നും ഒരു 10 മിനിറ്റ് ഇരിക്കാം, അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് ഇരിക്കും. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് സംസാരിച്ചിരിക്കും. അപ്പോൾ ഷൂട്ട് ചെയ്യില്ലല്ലോ നമ്മളപ്പം. പിന്നെ ഞാൻ വിചാരിക്കും പാത്രം കഴുകുന്നതൊക്കെ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ചൂടുകൊണ്ട്
ഇങ്ങനെയൊന്നും അത് കഴിഞ്ഞ അടുക്കളയിൽ നിങ്ങളുടെ ഫാൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് തോന്നും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് ഫാൻ്റെ അടിയിൽ ഇരുന്നു. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വർത്താനം വന്നിരുന്നു. സിയോണിന് എക്സാം തിങ്കളാഴ്ച ഉണ്ട് കേട്ടോ, 2.5 കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ ഫ്രീ ആയി. പിന്നെ കമൻറ്റിൽ 2-3 ആൾക്കാരെ ജിഷ സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. സുഖമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ആത്മാർത്ഥത ആ ഒരു ചോദ്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ടൊന്നും മറുപടി പറയണം തോന്നിയത്. അതിൽ ഞാൻ സുഖമാണെന്നൊക്കെ മറുപടി കൊടുക്കാറുണ്ട്. പിന്നെന്തൊക്കെ, പിന്നെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതാ കിടന്നുറങ്ങാൻ നോക്കണു. ക്ലീനിങ് ഒന്നും ചെയ്തില്ല, നാളെ ചെയ്യാം, സൺഡേ അല്ലേ. പക്ഷെ നാളെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അതൊരു എന്തായാലും നടക്കുന്നേരി കാലത്ത് തന്നെ എഴുന്നേറ്റ് ക്ലീനൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ. വിഷുക്കോടിയൊക്കെ എടുത്താൽ ഞങ്ങൾ വിഷുക്കോടി എടുക്കില്ലെങ്കിലും കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം കേട്ടോ. ജോലിക്ക് പോകാനൊക്കെ കുറച്ച് ഡ്രസ്സുകൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണത്. നോക്കട്ടെ, ഞാൻ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചേട്ടനായാലും അതെ, ചേട്ടനൊന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും പറ്റില്ല. ചേട്ടൻ്റെ സൈസ് എന്താ പറയുക, വയറുള്ള കാരണം ആളുടെ സൈസ് ശരിക്ക് പറ്റില്ല. അങ്ങനെ സൈസ് കറക്റ്റ് കിട്ടില്ല ആൾക്ക്. അപ്പോൾ അത് ആൾക്ക് നോക്കി വാങ്ങിക്കേണ്ടി വരും. നമ്മുടെ ആദ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലാതും നോക്കി വാങ്ങിക്കണം. എന്ന് വെച്ചാൽ ഹൈറ്റ് ഉണ്ട്, വണ്ണമില്ല, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയ്ക്കൊക്കെയാണ് വിശേഷം. എന്തൊക്കെയോ പറഞ്ഞു അല്ലേ എന്ന് സംസാരിക്കണം തോന്നിയിട്ടാ, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് എഴുതിക്കോളോ. ആ കമൻറ്റാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും എൻ്റെ ഊർജം എന്ന് പറയുന്നത് അതാണ്. ആ കമൻറ്റിൽ കൂട്ടുകാരെന്നോട് സംസാരിക്കണ പോലെ തോന്നുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസിനേക്കാളും കൂടുതൽ ആ ഒരു കമൻറ്റ് ഞാൻ ഓരോരുത്തരായിട്ട് കൂട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അപ്പോൾ പുതിയതായിട്ട് വരുന്നവരാരെങ്കിലും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ റെസിപ്പികളാണ് കൂടുതലും ഞാൻ ചെയ്യേണ്ടത്. മറ്റുള്ളതൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട്. 4 വർഷമായില്ലേ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ബുധനാഴ്ച, ഇത് തിങ്കളാഴ്ച ഇടുക. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വന്നത് ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എപ്പോഴും തലയാഴ്ചയിൽ പിടിച്ചിരിക്കുന്നതാണ് തിങ്കളാഴ്ച ഇരുന്നത്. സൺഡേ വീഡിയോ എപ്പോഴും ബുധനാഴ്ചയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പുതിയൊരു വീഡിയോ, ക്ലീനിങ് വീഡിയോ എന്ന് വിചാരിക്കണത്. മാറുമെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് പലതും പ്ലാനൊക്കെ ചെയ്യും, പക്ഷെ ചിലപ്പോൾ മാറിപ്പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഓക്കേ.